നമസ്കാരം. ഞാൻ കിരൺ എസ് പിള്ളൈ, വസ്തുത തിങ്ക് ടാങ്കിൻ്റെ സ്ഥാപകനാണ്. ഇന്ന് നമ്മളൊരു എഡ്യൂക്കേഷൻ ഐഡിയ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ കായൽ ക്ലാസ് റൂം എന്നാണ് വിളിക്കുക. ഇപ്പോൾ കരുനാഗപ്പള്ളി പോലത്തെ ഒരു സ്ഥലം നോക്കുകയാണെങ്കിൽ ഇവിടെ വള്ളിക്കാവ് പോലത്തെ സ്ഥലങ്ങളിൽ കായലുണ്ട്. അപ്പോൾ ഈ കായലിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ബോട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഹൗസ് ബോട്ടുകളുണ്ട്, അല്ലെങ്കിൽ കായൽ കരയിൽ തന്നെ ചെറിയ ചെറിയ കെട്ടിടങ്ങളുണ്ട്, അല്ലെങ്കിൽ കായൽ കരകളിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളെല്ലാം ശരിക്കും പഠനത്തിന് അനുയോജ്യമായ സ്ഥലങ്ങളാണ്. ഇവിടെ ചെറിയ കൂട്ടായ്മയായിട്ട് നിന്നിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പരിസ്ഥിതി വിഷയങ്ങളാവട്ടെ, അല്ലെങ്കിൽ ജോഗ്രഫി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ കാണുന്ന കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ബയോളജി ആയിക്കോട്ടെ. ഉദാഹരണത്തിന് ഇവിടെ ഇഷ്ടംപോലെ ജീവജാലങ്ങളെ കാണാം. ഉദാഹരണത്തിന് ഇവിടെ പലതരം പക്ഷികളെ കാണാം, അല്ലെങ്കിൽ ഇവിടെ പലതരം മത്സ്യങ്ങൾ കാണാം, അല്ലെങ്കിൽ കായലിലൂടെ ഒഴുകി പോകുന്ന പലതരം സസ്യങ്ങൾ കാണാം. ഇവയെപ്പറ്റി പഠിക്കാനായിട്ട് നമ്മൾ ആ സ്ഥലത്ത് പോകുമ്പോൾ പല കാര്യങ്ങളും കാണാൻ പറ്റും. ഒരു ശാസ്ത്രം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ എന്ന രീതി മാറി ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ പലതരം ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു ജീവിത രീതികളും മറ്റുമൊക്കെ ഉണ്ട്. ഇവയ്ക്കൊക്കെ വളരെയധികം പ്രസക്തി ഉള്ളതാണ്. ഇപ്പോൾ കായൽക്കരയിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികൾ, അല്ലെങ്കിൽ അവർ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ അതിനൊരു സോഷ്യൽ എഫക്റ്റ് കൂടി ഉള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു ദൈനംദിന ജീവിത രീതികൾ എന്തൊക്കെയാണ്, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇത്തരം കൂട്ടായ്മകൾ സ്ഥിരം വരികയാണെങ്കിൽ നമുക്ക് വേറെ ഒരു കാര്യം കൂടി ഉള്ളത്, ഇതിനകത്തൊരു അവയർനെസ് കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് വിദ്യാർത്ഥികളാണെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ വരുമ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ആഴ്ചകൾ വരുമ്പോഴും എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനെ ഇമേഴ്സീവ് എഡ്യൂക്കേഷൻ എന്നും പറയാറുണ്ട്. കാരണം നമ്മൾ പഠനത്തിലൂടെ നമ്മളവിടെ ഇമേഴ്സ് ചെയ്യുകയാണ്. അതായത് നമ്മളവിടെ ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ശരിക്കും ഉള്ളിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടാൻ സാധ്യമാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇപ്പോൾ അവിടുത്തെ നാച്ചുറൽ ഇക്കോസിസ്റ്റം ആണെങ്കിലും ശരി, അല്ലെങ്കിൽ അവിടുത്തെ ഹ്യൂമൻ സിസ്റ്റംസ് ആണെങ്കിലും ശരി, നമുക്ക് കായൽ തീരങ്ങളിൽ നമുക്ക് അവിടെ വ്യത്യസ്തമായ രീതികളാണ് കാണാൻ സാധിക്കുന്നത്. കൂടുതലും ഒരു സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ കായൽ തീരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവർക്കറിയാൻ വേണ്ടി പല കാര്യങ്ങളും ഇവിടെ കാണാനും സാധിക്കും. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ ഇമേഴ്സീവ് എഡ്യൂക്കേഷൻ എന്നൊരു കാര്യമാണ് നിങ്ങൾ തേടുന്നത് എങ്കിൽ കായൽ ക്ലാസ് റൂമുകൾ വളരെ ഉപയോഗപ്രദമായിരിക്കും. ചിന്തിച്ചു നോക്കുക. ഇതൊരു ആശയം മാത്രമാണ്. ഞാൻ കിരൺ എസ് പിള്ളൈ, വസ്തുത തിങ്ക് ടാങ്കിൻ്റെ സ്ഥാപകനാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.